കൊച്ചിയിൽ റോറോ സർവീസിൽ നിന്ന് വയോധികൻ കായലിൽ ചാടി. വൈക്കം സ്വദേശി ഗണേശനാണ് കായലിലേക്ക് ചാടിയത്. ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോ വെസലിലാണ് സംഭവം. ഇയാളെ ജീവനക്കാർ രക്ഷപ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. ആ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ഏതായാലും ബസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ കണ്ടതുകൊണ്ട് സമയോചിതമായി ഇടപെടാൻ കഴിഞ്ഞു, ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചു അല്ലേ? തീർച്ചയായും ഗോകുൽ, ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ വിവരം മറൈൻ എൻഫോഴ്സ്മെന്റിൽ അറിയിക്കുന്നത്. അവിടെ നിന്ന് റോറോ ജീവനക്കാരെയും അറിയിച്ചു. അങ്ങനെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായത്തോടെ റോറോ ജീവനക്കാർ കൊച്ചി കായലിൽ ചാടി ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കി. തുടർന്ന് ഫോർട്ട് കൊച്ചി പോലീസിലാണ് ഇയാളെ ഏൽപ്പിച്ചത്. അവിടെ നിന്ന് പിന്നീട് ശ്വസിക്കാൻ ചില പ്രശ്നങ്ങളുള്ളതായി കണ്ടതിനോടെ പിന്നീട് സർക്കാർ ആശുപത്രിയിൽ, ഫോർട്ട് കൊച്ചിയിലെ തന്നെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാത്രി 8:30 സംഭവം. എന്തിനാണ് ഇത്തരത്തിൽ ഈ റോറോയിൽ നിന്നും കായലിലേക്ക് ഇയാൾ ചാടിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പോലീസിനോടോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോടോ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ഇയാൾ നൽകിയിട്ടില്ല. വൈക്കം സ്വദേശിയായ 68 വയസ്സുകാരൻ ഗണേശനാണ് 8:30 റോറോയിൽ നിന്നും ചാടിയിരിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ആശുപത്രിയിൽ നിന്നും തിരികെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഗൂഗിൾ. ശരി, വൈപ്പിൻ ഫോർട്ട് കൊച്ചി വെസലിൽ നിന്നാണ്, റോറോ സർവീസിൽ നിന്നാണ് വൈക്കം സ്വദേശി എടുത്ത് കായലിൽ ചാടിയതായാലും സമയോചിതമായി ആ റോറോയിലെ ജീവനക്കാരും യാത്രക്കാരും ഇടപെട്ടതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി. ഏതായാലും ഇപ്പോൾ അയാളെ ആശുപത്രിയിലേക്ക് കൂടി മാറ്റിയിട്ടുണ്ട്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.